ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തെ മാത്സ് എക്സാമിനേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ആദ്യത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഈക്വൽ ട്രയാങ്കിൾസിൽ നിന്നാണ്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ രണ്ട് കോണുകൾ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊരു സമപാർശ്വ ത്രികോണം അഥവാ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ബി സി എന്ന് പറയുന്നതും എ ബി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. എ ബി 4 സെൻറ്റിമീറ്റർ, ഇപ്പോൾ ബി സി 8 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ബി സി 8 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നതും 8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 8 സെൻറ്റിമീറ്റർ, അതിലൊരു സംശയം മക്കൾക്ക് വേണ്ട. ഇനി ആംഗിൾ എ ആണ് നിങ്ങളോട് ചോദിച്ചത്. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണല്ലോ, ഈക്വൽ ആണ്. ഇനി ഒരു കാര്യം ഓർത്താൽ മതി, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. സോ 180 നിന്ന് 150 കുറയ്ക്കുക, എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. അതായത് 180 150 കുറച്ചാൽ 30, 30ൻ്റെ പകുതി അതായത് 15 ഡിഗ്രി ആയിരിക്കും ഈ രണ്ട് ആംഗിൾസും. എങ്കിൽ മാത്രമേ സമ്മ് 180 ആവുള്ളൂ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആംഗിൾ എ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ആംഗിൾ എ 30 ഡിഗ്രിയാണ്. ഇവിടെ ഒ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും റേഡിയസ് ആണ്, വൃത്തത്തിൻ്റെ ആരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം മക്കളെ, ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. ആംഗിൾ ബി 30 ഡിഗ്രിയാണ്, ശരിയല്ലേ? ഇത് 30 ആണെങ്കിൽ ഇതും 30 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഒ എത്രയാണ്? ആംഗിൾ ഒ ഇസ് ഈക്വൽ ടു 3 കൂട്ടിയാൽ 180 മൈനസ് ബാക്കി രണ്ടെണ്ണവും 30 ആണ്, ശരിയല്ലേ? 30 + 30, അതായത് 180 നിന്ന് 60 കുറയ്ക്കുക, ആംഗിൾ 120 ഡിഗ്രിയാണ്. ആംഗിൾ ഒ എന്ന് പറയുന്നത് 120 ഡിഗ്രി എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, 10 + 2 ഹോൾ സ്ക്വയർ മൈനസ് 10 - 2 ഹോൾ സ്ക്വയർ. അത് പഠിക്കാൻ 4 ഐഡൻറ്റിറ്റീസ് മക്കൾ അറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞുതരാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്താണെന്ന് മക്കൾ പഠിച്ചു വെക്കണം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇത് പഠിച്ചാൽ ബാക്കി എല്ലാം സിമ്പിളാണ്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ എക്സ് പ്ലസ് വൈ എന്നുള്ളത് മാറിയിട്ട് എക്സ് മൈനസ് വൈ ആവുകയാണെങ്കിൽ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. കാണാനൊരു ട്രിക്ക് ഉണ്ട്, നോക്കിക്കേ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ഈ ആളുകളൊക്കെ തന്നെ എഴുതുക 2xy വൈ സ്ക്വയർ. ആകെ വ്യത്യാസം ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് 2xy ആവും. എന്താ വ്യത്യാസം? പ്ലസ് 2xy മാറിയിട്ട് മൈനസ് 2xy ആകും എന്ന വ്യത്യാസമുണ്ട് എന്ന് ഓർത്താൽ മതി. സെറ്റാണോ? സെറ്റ്. ഇനി നിങ്ങൾ രണ്ടെണ്ണം കൂടെ പഠിക്കണം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. മൈനസ് ആണ് ചെയ്യുന്നതെങ്കിൽ മൈനസ് വരുമ്പോൾ മാറ്റം വരുന്ന എവിടെയാ? 2xy അല്ലേ? ഇവിടെ ഇല്ലേ 2xy? 2xyയും 2xyയും കൂട്ടിയാൽ 4xy ആയിരിക്കും അതിൻ്റെ ആൻസർ. ഓർത്ത് വെച്ചേ. കുറച്ചാൽ എന്താ കിട്ടുക? ഈ നടുവിലുള്ള ആളെ ആലോചിച്ചാൽ മതി. കുറയ്ക്കുമ്പോൾ നടുവിലുള്ളത്, കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നടുവിലുള്ളതിലാണ് മാറ്റം വരുന്നത്. സോ നടുവിലുള്ള രണ്ടും കൂടെ 4xy. ഇനി എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. സിമ്പിളാണ്. ഇപ്പം നടുവിലുള്ളതല്ലേ നമ്മൾ കുറയ്ക്കുമ്പോഴത്തത്, കൂട്ടുമ്പോൾ അറ്റത്തുള്ള രണ്ടാൾക്കാരെ എടുക്കുക. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, അങ്ങനെ 2 പ്രാവശ്യം വരില്ലേ? സോ 2 × എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് പഠിച്ചാൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം എന്തായാലും വരും, എന്തായാലും. പിന്നെ ഒരൊറ്റൊരാളെയും കൂടെ പഠിക്കുക. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയോ? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ അത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് എന്നുള്ളത് ആലോചിച്ചാൽ മതി. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇനി ഇവിടെ നോക്ക്, 10 + 2 ഹോൾ സ്ക്വയർ അതായത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. നിങ്ങൾക്കറിയാം എന്താ? 4xy. എക്സും വൈയും ബ്രാക്കറ്റിനകത്തുള്ള നമ്പറുകൾ. സോ 4 × 10 × 2. സിമ്പിളായിട്ട് ആൻസർ കിട്ടി. എത്രയാണ്? 80. വളരെ സിമ്പിളായിട്ട് ആൻസറിലേക്ക് വരാം. അടുത്തത് 3u + v ദ ഹോൾ സ്ക്വയർ. മക്കളെ, ചില പരീക്ഷകളിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ് 3u + v ദ ഹോൾ സ്ക്വയർ. 3u എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്താണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. എക്സിന് പകരം 3u അതിൻ്റെ സ്ക്വയർ.
പ്ലസ് 2xy 2 ഇൻറ്റു എക്സിന് പകരം 3u ഇൻറ്റു വി, വൈക്ക് പകരം വി, വൈ സ്ക്വയറിന് പകരം വി സ്ക്വയർ. നോക്കിക്കേ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ളതിൽ എക്സിന് 3u കൊടുക്കുക, വൈക്ക് വി കൊടുക്കുക. സോ 3ന്റെ സ്ക്വയർ എത്രയാ? 3ന്റെ സ്ക്വയർ 9, 9 ഇൻറ്റു യു സ്ക്വയർ, യുവിൻ്റെ സ്ക്വയർ യു സ്ക്വയർ, 2 ഇൻറ്റു 3 6 യു വി, യു ഇൻറ്റു വി യു വി, പ്ലസ് വിൻ്റെ സ്ക്വയർ വി സ്ക്വയർ. ആൻസറായി. സെറ്റ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് അതും നമ്മൾ ചെയ്തു. ഇനി എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അതേ ഐഡിയ ഉപയോഗിച്ചിട്ട് 9.8 സ്ക്വയർ മൈനസ് 0.2 സ്ക്വയർ എന്നുള്ളതിന് എങ്ങനെ എഴുതാം? 9.8 പ്ലസ് 0.2 ഇൻറ്റു 9.8 മൈനസ് 0.2. ഓക്കെ ആണല്ലോ? സ്ക്വയറുകൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ 2 നമ്പർ കൂട്ടുക, 2 നമ്പർ കുറയ്ക്കുക, പരസ്പരം ഗുണിക്കുക. സോ 9.8ഉം 0.2ഉം ആഡ് ചെയ്താൽ 9.8, പിന്നെ 2 ഇഞ്ച് കൂടി ഇങ്ങോട്ട് വന്നാൽ 10ലല്ലേ നിൽക്കുക? യെസ്, 10 അല്ലേ? 2 സെൻറ്റിമീറ്റർ മീൻസ് നമ്മുടെ സ്കെയിലൊക്കെ കണ്ടിട്ടില്ലേ? 9.8 കഴിഞ്ഞ് 2 എണ്ണം കൂടി ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടാ 10. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി നോക്കട്ടോ. 9.8 പ്ലസ് 0.2, 8ഉം 2ഉം 10 പോയിന്റ്. ആ 1 ഇങ്ങോട്ട് എടുക്കുക, 1 9 10, 10.0 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇനി 9.8 നിന്ന് 0.2 കുറച്ചാൽ, 9.8 നിന്ന് 0.2 കുറച്ചാൽ എത്രയാ? 8 2 പോയാൽ 6 പോയിന്റ്, 9 0 പോയാൽ 9, 9.6. 10 ഇൻറ്റു 9.6 ആൻസർ എത്രയാ അറിയോ? 10 ഇൻറ്റു 9.6, 9.6 എന്ന് പറഞ്ഞാൽ 96/10 ആണ്. അതിനെയാണ് നിങ്ങൾ 10 കൊണ്ട് വിളിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 96. മുകളിലും താഴെയുള്ള 10നെ വെട്ടിക്കളയാം. ആൻസർ എന്ന് പറയുന്നത് 96 ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. അടുത്തത് 9.5 സ്ക്വയർ മൈനസ് 0.5 സ്ക്വയർ. അത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആൻസർ കമൻറ്റ് ചെയ്യണം. ഓക്കെ. 55 സ്ക്വയർ മൈനസ് 45 സ്ക്വയർ. സിമ്പിൾ. 55 പ്ലസ് 45 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് കണ്ടാൽ 2 കൂട്ടുക, 2 കുറയ്ക്കുക. ഓക്കെ, തമ്മിൽ ഗുണിക്കുക. ഓക്കെ ആണോ? ദാറ്റ് ഈസ് 100 ഇൻറ്റു 10 ചെയ്താൽ ആൻസർ എന്ന് പറയുന്നത് 1000 എന്ന് നിങ്ങൾക്ക് കിട്ടും. 1000 ആണ് നമ്മുടെ ആൻസർ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് അതാണ് നമ്മളുടെ പി. ഓക്കെ, പി 20,000. ഓക്കെ ആണേ. ഇനി എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8%. ഒരു വർഷത്തേക്ക് 8%. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഹാഫ് ഇയർലി ആണ്, അർദ്ധവാർഷിക കൂട്ടുപലിശയാണ്. എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ ബാങ്ക് പലിശ കണക്ക് കൂട്ടുന്നുണ്ട്. 6 മാസം കൂടുമ്പോൾ. അപ്പോൾ 6 മാസത്തേക്ക് എത്രയായിരിക്കും പലിശ? ഒരു വർഷത്തേക്ക് 8 മാസം ആണെങ്കിൽ 6 മാസം, അതായത് ഒരു കൊല്ലത്തിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ 8ന്റെ പകുതി 6 മാസം എന്ന് പറയുമ്പോൾ 8ന്റെ പകുതി എത്രയാ? 4% ഉള്ളൂ. 6 മനസ്സിലാക്കണം. അതെന്തുകൊണ്ടാ മാഷേ? ആനുവൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് വാർഷിക നിരക്ക് എന്ന് പറയുന്നത് എത്രയാ? ഒരു വർഷത്തേക്ക് 8%. പക്ഷെ ബാങ്ക് 6 മാസം കൂടുമ്പോഴാണ് ബാങ്ക് പലിശ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അപ്പോൾ പലിശ നിരക്കിന്റെ പകുതിയേ ഉള്ളൂ, 4%. 6 4% ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഒരു വർഷം കഴിഞ്ഞാൽ അവൾക്ക് എത്ര കിട്ടും? അവൾ 6 മാസം കൂടുമ്പോൾ പലിശ കണക്കാക്കുന്ന ബാങ്കിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വർഷത്തിൽ ബാങ്ക് എത്ര തവണ കാൽക്കുലേറ്റ് ചെയ്യും? എത്ര തവണ കണക്ക് കൂട്ടും? 2 തവണ, ഓരോ 6 മാസം കൂടുമ്പോഴും. അപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ 2 തവണ. N2 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഈ ഒരൊറ്റ ഫോർമുല പഠിച്ചാൽ മതി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക, എമൗണ്ട് എന്ന് പറയുന്നത് P ഇൻറ്റു 1 + R/100 ഹോൾ റേസ് ടു n എന്നായിരിക്കും. എന്നാൽ നമുക്ക് ആ ഫോർമുലയെ ഒന്ന് മാറ്റി പിടിക്കാം. നമുക്ക് കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി ഇങ്ങനെ പഠിക്കാം. P ഇൻറ്റു 100 + R/100 ഹോൾ റേസ് ടു n. ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ മതി. P എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിൽ 20,000 ആണ്. ഇൻറ്റു 100 + R എന്ന് പറയുന്നത് 4 ആണ്, ബൈ 100 ഹോൾ റേസ് ടു n. n എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ ആണേ. അപ്പോൾ എഴുതിക്കോ, 20,000 ഇൻറ്റു 100ഉം 4ഉം 104 ബൈ 100. ഇനി ബ്രാക്കറ്റിൻ്റെ പുറത്ത് മുകളിലുള്ള നമ്പർ ഏതാ? 2. n 2 അല്ലേ? അപ്പോൾ ഇതേ നമ്പറിന് ഒന്നും കൂടി ഏതാ? 104 ബൈ 100. ഓക്കെ, 104 ബൈ 100ന്റെ സ്ക്വയർ, അതായത് 104 ബൈ 100 ഇൻറ്റു 104 ബൈ 100. സെറ്റാണേ. ഇനി ഇവിടെ 4 0, താഴെ 2 0, താഴെ 2 0, 2 2 4. സെറ്റല്ലേ? 0 0 വെട്ടിക്കളഞ്ഞ്.
ഇപ്പോൾ ബാക്കി എന്താ ഉള്ളത്? ദാറ്റ് ഈസ് 2 ഇൻറ്റു 104 ഇൻറ്റു 104. ഇനി ഒറ്റ കാര്യം കൂടെ പഠിപ്പിച്ചു തരാം. 104 ഇൻറ്റു 104 അത് 104ൻ്റെ സ്ക്വയർ അല്ലേ? 101 മുതൽ 104 വരെ അല്ലെങ്കിൽ 101 മുതൽ 109 വരെയുള്ള ഏത് നമ്പറിനെയും സ്ക്വയർ കാണാൻ ഒരു ട്രിക്ക് ഉണ്ട്. 101ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 0 1ൻ്റെ ഇരട്ടി. 1ൻ്റെ ഇരട്ടി എത്രയാ? 2. 0 1ൻ്റെ ഇരട്ടി 0 2. 1ൻ്റെ സ്ക്വയർ എത്രയാ? 1. 0 1 ആയതുകൊണ്ട് 0 1 എഴുതുക. ഓക്കെ, അതിന് 2 അക്ക സംഖ്യ ആയിട്ട് ഇതാ. ഇപ്പം 108ൻ്റെ സ്ക്വയർ ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. 1, 8ൻ്റെ ഇരട്ടി 16, 8ൻ്റെ സ്ക്വയർ 64. ഇതായിരിക്കും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക. ഇനി 104ൻ്റെ സ്ക്വയർ മക്കൾക്ക് വേണം. 1, 4ൻ്റെ ഇരട്ടി എത്രയാ? 8. അതിനെ 0 8 എന്ന് എഴുതാവോ? 2 അക്ക ആയിട്ട് എഴുതണം. ഓക്കെ, 4ൻ്റെ സ്ക്വയർ 16. സെറ്റാണോ? ഇപ്പം 109 ആണെങ്കിൽ നമ്മളെങ്ങനെ ഇതാ? 1, 9ൻ്റെ ഇരട്ടി 18, 9ൻ്റെ സ്ക്വയർ 81. മോനെ എത്ര സിമ്പിളാണ് നോക്ക്, എത്ര സിമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 104 ഇൻറ്റു 104 ചെയ്താൽ എത്ര കിട്ടുക? 1, 0 8 16. അതിനെയാണ് 2 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പോൾ ആൻസർ എത്രയാ? 2, 16, 32 റുപ്പീസ് എന്ന ആൻസർ കിട്ടും. ഇത്രയും രൂപയാണ് അവൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടുക. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരൊറ്റ ചോദ്യത്തിൻ്റെ ആൻസർ മക്കളെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവിൽ പഠിപ്പിച്ചു തരും. ആ ലൈവ് കൂടെ കണ്ടാൽ നിങ്ങൾക്ക് 36 അല്ലെങ്കിൽ 40 മാർക്ക് തന്നെ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. നാളത്തെ എക്സാം നമ്മൾ തകർക്കും. ഇന്ന് 7:30-ക്കാണ് നമ്മുടെ മെഗാ മാരത്തോൺ. എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.